ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും ജാനീസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റിയും ഹെൽത്തി ആയിട്ടുള്ള ഓട്സ് ക്യാരറ്റ് പുട്ടിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒന്നിത് ട്രൈ ചെയ്ത് നോക്കാനായിട്ട് മറക്കരുത്. എന്നാൽ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് കണ്ടു നോക്കാം. പുട്ടുണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ 1 കപ്പ് ഓട്സ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു മീഡിയം സൈസിലുള്ള ക്യാരറ്റാണ്. ഇതിൻ്റെ തൊലിയൊക്കെ ചീകി ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഓട്സിലേക്ക് ഇട്ട് കൊടുക്കണം. ഇനി പുട്ടിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് കൈ ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിലേക്ക് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കരുത്. ഇപ്പോൾ ഓട്സും ക്യാരറ്റും നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് പൊടിച്ചെടുക്കാനായിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. ഓവറായിട്ട് പൊടിച്ചെടുക്കരുത്. പൾസ് മോഡൽ പൊടിച്ചെടുത്താൽ മതിയാകും. ഓട്സും ക്യാരറ്റും പൊടിച്ചെടുത്തതിന് ശേഷം നമുക്കൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് കണ്ട് ഈ ഒരു രീതിക്ക് ചെറിയ തരിയോട് കൂടിയിട്ട് വേണം പൊടിച്ചെടുക്കാനായിട്ട്. നന്നായിട്ടങ്ങ് പൊടിഞ്ഞു പോകരുത്. 3-4 പ്രാവശ്യം പൾസ് ചെയ്ത് പൊടിച്ചെടുത്താൽ മതിയാകും. ഇനി നമുക്ക് പുട്ടുണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഒരു പുട്ടുകുറ്റിയിലേക്ക് ആവശ്യത്തിനുള്ള തേങ്ങ ചേർത്ത് കൊടുത്തതിന് ശേഷം ഓട്സിൻ്റെയും ക്യാരറ്റിൻ്റെയും മിക്സ് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഫുള്ളായിട്ട് ഫില്ല് ചെയ്തെടുക്കാം. ഇനി നമുക്കിതൊന്ന് സ്റ്റീം ചെയ്യാനായിട്ട് വെക്കാം. വെള്ളം നന്നായിട്ട് തിളച്ചതിന് ശേഷം നമുക്ക് ഈ പുട്ടുകുറ്റി വെച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഇത് 6 മിനിറ്റാണ് ആവികേറ്റി എടുക്കുന്നത്. അതിൽ കൂടുതൽ വെക്കാൻ പാടില്ല. പുട്ടിൻ്റെ സോഫ്റ്റ്നെസ് നഷ്ടപ്പെടും. ആ ഒരു സമയത്ത് തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി നമുക്കിതൊന്ന് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ സോഫ്റ്റ് ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഓട്സ് ക്യാരറ്റ് പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഓട്സ് തന്നെ വെച്ച് പുട്ടുണ്ടാക്കുന്നതിനേക്കാളും നല്ല ടേസ്റ്റിയാണ് ഈ ഒരു രീതിയിൽ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതോടൊപ്പം സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും നല്ല റെസിപ്പിയായിട്ട് കാണാം.